പോളിങ്ങിൻ്റെ കുറവ് എൻ ഡി എ ബാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കാരണം അതിൽ രണ്ട് പ്രധാന ഘടകങ്ങളാണ്. ഒന്ന്, ഡബിൾ വോട്ട് സംബന്ധിച്ച് ഹൈക്കോടതി വിധി, വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ. അപ്പോൾ ഇരട്ട വോട്ടുകാർ സാധാരണ ഇതിലൊരു വലിയൊരു ശതമാനം ഇരട്ട വോട്ടുകൾ പോൾ ചെയ്യപ്പെടാറുണ്ട്. ആ ഇരട്ട വോട്ട് ഇത്തവണ പോൾ ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ബൂത്ത് ഏജൻറ്റുമാർക്ക് മാർക്ക് ചെയ്തിട്ടുള്ള കോപ്പി ഞങ്ങൾ കൊടുത്തിരുന്നു. വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല. രണ്ട്, ചില പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടിങ്ങിന് വന്ന കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. അത് ചില ആളുകളെ ക്യൂവിൽ നിൽക്കാൻ മടിച്ചിട്ട് മടങ്ങിപ്പോയ കേസുകൾ ഇഷ്ടംപോലെ ബൂത്തുകളിലുണ്ട്. ഈ രണ്ട് കാരണങ്ങളാണ് പോളിംഗ് കുറയാനുള്ള കാരണം. പക്ഷേ എൻ ഡി എയുടെ വിലയിരുത്തലിൽ, പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിൽ ഞങ്ങൾക്കത് ബാധിക്കില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ആവറേജിനെക്കാളും, ലോക്സഭാ മണ്ഡലത്തെ ആവറേജിനേക്കാളും കൂടുതൽ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പാലക്കാട് നഗരത്തിൽ തന്നെ കർണകി നഗർ, ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ 78 തൊട്ട് 82% വരെ പോളിംഗ് ആ ബൂത്തുകളിൽ നടന്നു. അത് ലോക്സഭാ മണ്ഡലത്തിലെ ആവറേജിനെക്കാട്ടും കൂടുതലാണ്. വേറൊരു കാര്യം, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ വടകരയും പാലക്കാടും തമ്മിലുള്ള ഒരു ഡീൽ, അതിലിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ സമയത്ത് കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ആളുകളെക്കാട്ടും ഏറ്റവും അധികം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പലിൻ്റെ വിജയത്തിന് സന്തോഷിച്ചാണ് LDF-ൻ്റെ ആളുകളാണ്. പ്രത്യേകിച്ച് അന്നത്തെ മന്ത്രി ശ്രീ AK ബാലൻ അടക്കമുള്ള ആളുകൾ വലിയ ആഹ്ലാദത്തോടുകൂടിയിട്ടാണ് ആ വിജയത്തെ സ്വീകരിച്ചത്. അന്ന് തൃത്താലയും പാലക്കാടും തമ്മിൽ ഇത്തരത്തിലുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അതേ ധാരണ ഇന്ന് വടകരയും പാലക്കാടും തമ്മിൽ ഇത്തവണ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മുൻ മന്ത്രിയും നിലവിലുള്ള മന്ത്രി എല്ലാം ഈ ധാരണ പുറകിലുണ്ട്. കഴിഞ്ഞ തവണ തൃത്താലയിൽ മത്സരിച്ച ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം. ഇത്തവണ വടകരയും പാലക്കാടും തമ്മിൽ അത്തരത്തിലുള്ളൊരു ധാരണയുണ്ട്. അത് വളരെ വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന്, UDF കേന്ദ്രങ്ങളിൽ പോലും ഇത് ചർച്ചയാണ്. ഈ AK ബാലൻ പറഞ്ഞത് കഴിഞ്ഞ തവണത്തെ 2,18,000 വോട്ട് പോലും ഇത്തവണ BJPക്ക് പാലക്കാട് കിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കുറഞ്ഞ വോട്ടിനെ സംബന്ധിച്ച് ആദ്യം ശ്രീ AK ബാലൻ പഠിക്കട്ടെ. 35,000 വോട്ടിലേക്ക് CPM എങ്ങനെയാണ് വന്നത്? 44,000 വോട്ട് MP രാജേഷിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടി. അത് 35,000 വോട്ടായിട്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറിയിട്ടുണ്ട്. ആ 9,000 വോട്ടിൻ്റെ കുറവ് എവിടെ പോയി എന്നുള്ളത് അദ്ദേഹം ശ്രീ AK ബാലൻ പഠിച്ചിട്ട് BJPയുടെ വോട്ട് കുറയുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പഠിക്കുന്നതാണ് നല്ലത്. ഈ EP ജയരാജനുമായി ചർച്ച നടത്തി അത്തരം വിവാദങ്ങളൊക്കെ വലിയ രീതിയിൽ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് നേതാക്കൾ പാലക്കാട് ഉൾപ്പെടെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഈ കേരളത്തിൽ ധാരാളം CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ BJPയിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ, ജൂൺ 4-ാം തീയതി കഴിയട്ടെ ധാരാളം ആളുകൾ BJPയിലേക്ക് ജൂൺ 4-ന് ശേഷം ഒഴുകി വരും. അത് കോൺഗ്രസ് മാത്രമല്ല, CPM-ൽ നിന്നും അതൃപ്തരായിട്ട് നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. രണ്ട് മുന്നണിയിൽ നിന്നുള്ള ധാരാളം ആളുകൾ തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുകയാണ്. ജൂൺ 4-ന് ശേഷം അത് കേരളത്തിൽ വ്യാപകമായിട്ട് അത്തരത്തിലുള്ള ഒരു BJPയിലേക്ക് ഒരു ഒഴുക്കുണ്ടാവും. നിങ്ങളുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ബാധിക്കുന്നത് ഏത് മുന്നണിയായിരിക്കും? എനിക്ക് UDF-നെ ബാധിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം UDF-നെ സംബന്ധിച്ചോളം UDF-ൻ്റെ വോട്ടുകൾ പോളിക്കാനുള്ള സംവിധാനം UDF-നില്ല. ബൂത്ത് തലത്തിലുള്ള സംവിധാനങ്ങൾ BJPക്കും NDAക്കും അതുപോലെ LDF-നും ഉള്ളതുപോലെ UDF-നില്ല. അവരുടെ വോട്ടുകൾ കൃത്യമായിട്ട് പോളിക്കാനും അവരുടെ അനുഭാവികളുടെയും പ്രവർത്തകരുടെയൊക്കെ വോട്ടുകൾ കണ്ടെത്തി കൊണ്ടുവരാനുള്ള സംവിധാനം UDF-ന് ഇല്ല. അത് UDF-നെ ഇത്തവണ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്.